കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരമേറ്റതോടെ കോർപ്പറേഷൻ കെ.എസ്.ആർ.ടി.സിക്ക് വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നതിനെതിരെ പുതിയ ഭരണസമിതി ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നഗരത്തിലെ ഈ ബസ്സുകൾ തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങളോട് മേയർ വി. രാജേഷ് പറഞ്ഞു. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി കെ.എസ്.ആർ.ടി.സി. നടത്തുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം അറിയിച്ചു. നഗരത്തിലെ ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പിലാക്കാനും വേണ്ടിയാണ് സിറ്റി സർക്കുലർ ബസ് സംവിധാനം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെ വാങ്ങിയ ഈ ബസ്സുകളാണ് കെ.എസ്.ആർ.ടി.സി. ഇഷ്ടാനുസരണം നാടുകടത്തിയത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിച്ചിരുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത്. 10 രൂപ നിരക്കിൽ ഓടിത്തുടങ്ങിയ സിറ്റി സർക്കുലർ ബസ്സുകൾ പെട്ടെന്ന് ജനകീയമായി. 113 ഇലക്ട്രിക് ബസ്സുകളാണ് സിറ്റി സർക്കുലറിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്തണമെന്ന് കെ.എസ്.ആർ.ടി.സി. കോർപ്പറേഷനുമായി കരാറുണ്ടായിരുന്നു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കെ.എസ്.ആർ.ടി.സി. പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ കരാർ ലംഘിച്ച് ബസ്സുകൾ മറ്റിടങ്ങളിലേക്ക് സർവീസ് നടത്തി തുടങ്ങി. സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാനായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ എന്ന ആശയം കെ.എസ്.ആർ.ടി.സി. തകർത്തത്. നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത റൂട്ടുകളാണ് സിറ്റി സർക്കുലറിൽ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവ സിറ്റി വിട്ട് നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലെ വീതി കുറഞ്ഞ ഈ റോഡുകൾക്ക് അനുയോജ്യമായാണ് ചെറിയ ബസ്സുകൾ. നഗരത്തിന്റെ പുറത്തേക്ക് യാത്ര തുടങ്ങിയതോടെ പേരുമാറ്റി നിരക്കും ഉയർത്തി. ഈ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ കെ.എസ്.ആർ.ടി.സി. അവതരിപ്പിച്ചു. നിരക്ക് കൂട്ടാനുള്ള മറ്റൊരു തന്ത്രമായിരുന്നു അത്. ഈ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കുറവായതിനാൽ യാത്രാ നിരക്ക് കുറച്ച് സർവീസ് നടത്താനാകും. റൂട്ട് മാറി ഓടുന്ന സിറ്റി ബസ്സുകൾ ഇല്ലാത്തതോടെ ഈ ബസ്സുകൾ മാത്രം ആശ്രയിച്ചിരുന്ന പ്രായമായവരുടെ കാര്യവും പതുങ്ങലിലായി. മുൻ ഭരണസമിതി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ അവർക്കായില്ല. തിരുവനന്തപുരം മേയറായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ബോധ്യമുണ്ട്. ഇത് സാധാരണക്കാരുടെ വിജയമാണ്. ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ആയിരക്കണക്കിന് നേതാക്കളുണ്ട്. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്ന് വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ടു പോകും. ബി.ജെ.പിക്ക് അർഹതപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം. അവിടെ വ്യക്തികൾക്ക് സ്ഥാനമില്ല. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഒളിമ്പിക്സിലെ ഒരിനം തിരുവനന്തപുരത്ത് നടത്തുമെന്നുൾപ്പെടെ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്ന് വി. രാജേഷ് പറഞ്ഞു. തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കണം എന്നതാണ് ആദ്യം മനസ്സിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഭരണത്തിലെത്താൻ സഹായിച്ചു. ശക്തമായ പ്രതിപക്ഷമുള്ളത് സന്തോഷത്തോടെ കാണുന്നു. ശക്തനായ പ്രതിപക്ഷമുള്ളപ്പോഴാണ് ആരോഗ്യപരമായ സംവാദങ്ങൾ ഉണ്ടാവുന്നതെന്നും ഒട്ടേറെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും തനിക്കുണ്ടെന്നും വി. രാജേഷ് പറയുന്നു. ഈ തർക്കത്തിൽ പ്രതികരിച്ച് മന്ത്രി വി. ശിവൻകുട്ടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തെരുവുനായ ശല്യം നടപടി ആവശ്യപ്പെട്ട് മേയർ കത്ത് നൽകണം. ഇടതുമുന്നണി യോഗത്തിൽ PM ശ്രീയെക്കുറിച്ച് വിമർശനം ഉണ്ടായെന്ന വാർത്തകൾ വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണിത്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമെന്നും ചില വാർത്തകൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവുമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും കുറവ് കൊണ്ടല്ല തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി. കോൺഗ്രസ് RSSന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറുകയാണ്. LDFനെ തോൽപ്പിക്കാൻ പച്ചയായ വോട്ട് കച്ചവടം നടന്നിരിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും ആരും BJPയിൽ പോയിട്ടില്ല. PM ശ്രീ ഇപ്പോൾ നടക്കുന്നില്ല. ആയതിനാൽ ഉടനെ സമിതി ചേരേണ്ട കാര്യമില്ല. നഗരസഭാ കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ പരിശോധിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കോർപ്പറേഷന്റെ അധികാരങ്ങളും സർക്കാർ അധികാരങ്ങളും തിരിച്ചറിയണമെന്ന് ശിവൻകുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.